മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനത്തിനായുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം കേരള സർക്കാർ തള്ളിയതായി റിപ്പോർട്ട്. വിദേശകാര്യ മന്ത്രാലയമാണ് കേരള ചീഫ് സെക്രട്ടറിയെ കത്ത് മുഖേന ഇത് അറിയിച്ചത്. ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയ ശേഷം മാത്രമേ യാത്രക്കാരെ വിമാനത്തിൽ കൊണ്ടുവരാവൂ എന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ട്രൂനാറ്റ് പരിശോധന ആവശ്യമല്ല. മാത്രവുമല്ല, കോവിഡ് ബാധിതനായ ഒരാളെ വിമാനത്തിൽ കയറാൻ അനുവദിക്കില്ലെന്നാണ് അവിടുത്തെ നിയമം. ആയതിനാൽ തന്നെ കോവിഡ് സ്ഥിരീകരിച്ച പ്രവാസികൾക്കായി പ്രത്യേക വിമാനം അനുവദിക്കാനാവില്ലെന്നും UAE പറയുകയും ചെയ്തു. ട്രൂനാറ്റ് പരിശോധന അപ്രായോഗികമാണെന്നും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കി എന്നാണ് കത്തിൽ പറയുന്നത്. രോഗബാധിതരെയും അല്ലാത്തവരെയും ഇടകലർത്തി ഒരേ വിമാനത്തിൽ കൊണ്ടുവരുന്നത് രോഗവ്യാപനം വർദ്ധിക്കാൻ ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 വിമാന കമ്പനികൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിലെ യാത്രക്കാർക്കും ഈ പരിശോധന നടത്താമെന്നും കുവൈറ്റ് അറിയിച്ചിട്ടുമുണ്ട്. ചിലവ് യാത്രക്കാർ തന്നെ വഹിക്കണം. എന്നാൽ ബഹ്റൈനും സൗദി അറേബ്യയും ട്രൂനാറ്റ് പരിശോധന അപ്രായോഗികമാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. UAE, ഖത്തർ എന്നിവയ്ക്ക് ട്രൂനാറ്റ് അത്യാവശ്യമല്ല. എന്നാൽ തന്നെയും ഒരു ഗൾഫ് രാഷ്ട്രവും ഇത് അംഗീകരിക്കുന്നുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.